നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കൊല്ലവർഷം 1199 ആണ്ട് അവസാനിക്കുകയാണ്. കർക്കിടക മാസമാണ് വരുന്നത്. കർക്കിടക മാസത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഓരോ നക്ഷത്രക്കാരുടെയും പ്രത്യേകമുള്ള ഫലത്തെ ഒന്ന് നോക്കാം. അതിനുശേഷം ഉടൻ തന്നെ പുതുവർഷ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഓരോ നക്ഷത്രക്കാരുടെയും വീഡിയോ വരുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. നമുക്ക് ഇന്ന് കർക്കിടക മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് പരിശോധിക്കുന്നത്. 27 നക്ഷത്രക്കാരുടെയും പ്രത്യേകമുള്ള ഫലത്തെയാണ്. ഓരോ രാശിക്കാരുടെയും ഫലമല്ല, ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം എങ്ങനെയുണ്ടാകുമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് പരിശോധിക്കേണ്ടത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ കർക്കിടക മാസത്തിലെ ഫലം ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് അശ്വതി നക്ഷത്രക്കാരുടെ ഫലത്തെ നോക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് ദീർഘകാല നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയും മറ്റു കാര്യങ്ങളും ഒക്കെ വാങ്ങാനുള്ള സാഹചര്യം ഒരുങ്ങുന്ന മാസമാണ്. ബന്ധുക്കൾക്കൊക്കെ സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ദീർഘകാലമായിട്ട് നാട്ടിലൊക്കെ അവധിക്ക് വരാൻ കാത്തിരിക്കുന്ന വിദേശത്ത് ജോലിയുള്ളവർ നാട്ടിലെത്താനും ക്ഷേത്രങ്ങളിലെ ഉത്സവാദിക ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കുടുംബാംഗങ്ങളിലേക്ക് ആവശ്യങ്ങൾക്കനുസരിച്ച് സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ചിന്തകൾക്ക് അതീതമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ആഗ്രഹിച്ച സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. മുടങ്ങിക്കിടന്ന ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അടുത്തത് നമുക്ക് ഭരണി നക്ഷത്രക്കാരുടെ കർക്കിടക മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. കുടുംബസുഖം വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഗുപ്തരോഗങ്ങളൊക്കെ ഉണ്ടായേക്കാം, അതൊക്കെ ഒന്ന് കരുതലെടുക്കുക. ദീർഘനാളായി വിവാഹമൊക്കെ ആലോചിച്ച് മുടങ്ങിക്കിടക്കുന്നവർക്ക്, തടസ്സമൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ മാറി വിവാഹത്തിലെത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പിതാവിന് ഗുണ അനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടമൊക്കെ ഉണ്ടായേക്കാം. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്കും ഗവേഷണ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. അടുത്ത നമുക്ക് കാർത്തിക നക്ഷത്രക്കാരുടെ കർക്കിടക മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അത്തരത്തിലുള്ള അപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാതെ ഇരിക്കുക, ഒഴിഞ്ഞു മാറുക. സന്താനപ്രാപ്തിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വിദഗ്ധ ചികിത്സകളുടെ സഹായത്തോടെയും ഈശ്വരന്റെ അനുഗ്രഹത്തോടു കൂടിയും ഒക്കെ സന്താനപ്രാപ്തിക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ സ്വന്തം നിലയിൽ അല്പമൊക്കെ നഷ്ടങ്ങൾ വന്നാൽ പോലും, അല്ലെങ്കിൽ നേട്ടങ്ങൾ ഇല്ല എങ്കിൽ പോലും, അതൊക്കെ മറ്റുള്ളവർക്കും പൊതുജനങ്ങൾക്കും രാജ്യത്തിനും ഒക്കെ നേട്ടമുണ്ടാകുന്ന അവസ്ഥയുണ്ടാകും. അപ്രകാരം പേരും പ്രശസ്തിയും സ്വയം കൃതാർത്ഥതയും ഒക്കെ ലഭിക്കുന്ന മാസമാണ്. അടുത്തത് നമുക്ക് രോഹിണി നക്ഷത്രക്കാരുടെ കർക്കിടക മാസത്തെ ഫലം നോക്കാം. തെരഞ്ഞെടുപ്പുകളിലും മറ്റും ഉന്നത സ്ഥാനലബ്ധിയൊക്കെ ലഭിക്കുന്നതാണ്. സംഘടനാ തലത്തിലൊക്കെ മികച്ച വിജയം കരസ്ഥമാക്കി നേതൃസ്ഥാനത്തേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഉന്നത വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് പുരോഗതി ഉണ്ടാകുന്നതാണ്. അനുകൂല അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. ഷെയർ മാർക്കറ്റിലൊക്കെ നിക്ഷേപിച്ചിരിക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ആരോഗ്യനിലയിലൊക്കെ പ്രത്യേക ശ്രദ്ധ വേണ്ട ഒരു സമയമാണ്. വീട്ടിൽ മംഗളകർമ്മങ്ങളും പൂജാതി കാര്യങ്ങളും ഒക്കെ നടക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. കോടതിയിലൊക്കെ നിലനിൽക്കുന്ന കേസുകളും വ്യവഹാരങ്ങളിലുമൊക്കെ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. അടുത്തത് നമുക്ക് മകേര നക്ഷത്രക്കാരുടെ കർക്കിടക മാസത്തെ ഫലം നോക്കാം. ആഗ്രഹിച്ച ഭൂമിയൊക്കെ സ്വന്തമാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. മകേര നക്ഷത്രക്കാരുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും ഒക്കെ സർവ്വ ജനങ്ങളും സ്വീകരിക്കുന്ന ഒരു സമയമാണ്. അന്യദേശത്തോ വിദേശത്തോ സ്വദേശത്തോ ഒക്കെ അനുകൂലമായ അവസരങ്ങൾ പഠന കാര്യങ്ങളിൽ ലഭിക്കുന്നതാണ്. ആഗ്രഹത്തിനനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതാണ്. പല കാര്യങ്ങളിലും മറ്റുള്ളവരുടെ ഉപദേശത്തോടുകൂടി ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സാഹചര്യങ്ങൾ മകീര നക്ഷത്രക്കാർക്കുണ്ടാകും. സാമ്പത്തിക നിയന്ത്രണം ജീവിതത്തിൽ പാലിക്കേണ്ട സമയമാണ്. അത് പാലിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാക്കേണ്ടതാണ്. അടുത്ത നമുക്ക് തിരുവാതിര നക്ഷത്രക്കാരുടെ കർക്കിടക മാസത്തിലെ ഫലത്തെ നോക്കാം. തിരുവാതിര നക്ഷത്രക്കാർക്ക് അവഗണിക്കപ്പെട്ട അവസ്ഥകളൊക്കെ മാറി എല്ലാവരും പരിഗണന നൽകുന്ന സമയമാണ്. മറ്റുള്ളവരിൽ നിന്ന് ആദരവും ആസൂത്രിതമായി ചെയ്ത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിലൊക്കെ നല്ല വിജയം ഉണ്ടാകുന്നതാണ്. വാക്കും പ്രവൃത്തിയും ഒക്കെ കരുതലെടുക്കുക. വാക്കും പ്രവൃത്തിയും ഒക്കെ വ്യത്യസ്തമാകാതെ ശ്രദ്ധിച്ചാൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. എല്ലാവിധത്തിലുള്ള പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നല്ല ഫലം ഉണ്ടാകുന്നതുമാണ്. സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്നതിനാൽ ആത്മവിശ്വാസവും ആത്മനിർവൃതിയും ഉണ്ടാകുന്നതാണ്.
വിദ്യാർത്ഥികളായിട്ടുള്ളവർക്കും ശാസ്ത്രകാരന്മാർക്കും ഗവേഷകർക്കും ഒക്കെ വളരെ നല്ല സമയമാണ്. ഇനി നമുക്ക് പുണർന്ന നക്ഷത്രക്കാരുടെ കർക്കിടക മാസത്തിലെ ഫലം നോക്കാം. അവനവന്റെ കഴിവിൽ കവിഞ്ഞ സഹായ സഹകരണങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹം വന്നു ചേരുന്നതാണ്. എന്നിരുന്നാലും അതൊക്കെ നല്ലതാണ് എങ്കിൽ പോലും ഒരു കരുതൽ എടുത്ത് മാത്രം ചെലവ് ചെയ്യുക. സംഗീതത്തിലും സാഹിത്യത്തിലും ഒക്കെ പ്രവർത്തിക്കുന്ന പുണർന്ന നക്ഷത്രക്കാർക്ക് നല്ല രീതിയിൽ ആ രംഗത്ത് ശോഭിക്കാനായിട്ട് സാധിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതാണ്. ശത്രുക്കളുടെ ഉപദ്രവങ്ങളൊക്കെ കുറഞ്ഞു വരുന്നതാണ്. വ്യവഹാര കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ മെച്ചമുണ്ടാകുന്നതാണ്. ഭാര്യയുടെ സ്വത്ത് ലഭിക്കുകയോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ സ്വത്ത് ലഭിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ വന്നേക്കാം. സാമ്പത്തികമായ നേട്ടങ്ങളും ഉണ്ടായേക്കാം. അടുത്തത് നമുക്ക് പൂയ നക്ഷത്രക്കാരുടെ കർക്കിടക മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. പൂയ നക്ഷത്രക്കാർക്ക് സന്താന ദുഃഖം അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. സന്താനങ്ങൾ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളിലൊക്കെ പ്രതികൂല അവസരങ്ങൾ ഉണ്ടാവുകയും അതിൽ നിന്ന് മനസ്സ് വിഷമിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും വന്നേക്കാം. കൃഷി, പ്രത്യേകിച്ച് മൃഗപരിപാലനം പോലെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ്. നേട്ടങ്ങൾ ഉണ്ടാകാം. സ്ത്രീകൾ മുഖേന സാമ്പത്തിക ലാഭം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ചിന്താശൂന്യമായി കടം വാങ്ങാനുള്ള പ്രവണത ഉണ്ടായേക്കാം. അതൊക്കെ ഒന്ന് കരുതലെടുക്കുക. വളരെ ആലോചിച്ച് മാത്രം സാമ്പത്തികമായി കൊടുക്കൽ വാങ്ങലുകൾ നടത്തുക. ഇനി നമുക്ക് ആയില്യ നക്ഷത്രക്കാരുടെ ഫലത്തെ നോക്കാം. ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ക്രയവിക്രയങ്ങളിൽ നിന്നൊക്കെ നല്ല നേട്ടം ലഭിച്ചേക്കാം. പതിവിലും അധികം ലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലേലത്തിന് വെച്ച സാധനങ്ങളൊക്കെ വളരെ കുറഞ്ഞ രീതിയിൽ ലഭിക്കുന്നതാണ്, നേട്ടമുണ്ടാകുന്നതാണ്. മറ്റുള്ളവരോട് നിവേദനങ്ങളൊക്കെ നൽകുന്നത് സംബന്ധിച്ച് അതിൽ നിന്നൊക്കെ അനുകൂല ഫലങ്ങളെ ഉണ്ടാകുന്നതാണ്. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും അതുവഴി ആശുപത്രി വാസം ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് കച്ചവടത്തിനൊക്കെ ആലോചന ഉണ്ടാകാം. അതൊക്കെ അത്തരത്തിലുള്ള ബിസിനസ്സുകൾ, വ്യാപാരങ്ങളൊക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരാം. അടുത്തത് നമുക്ക് മകൻ നക്ഷത്രക്കാരുടെ ഫലത്തെ നോക്കാം. മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കർക്കിടക മാസത്തിൽ സാമ്പത്തികമായി മെച്ചവും വരുമാന വർധനവും ഒക്കെ ഉണ്ടാകുമെങ്കിലും ക്രമാതീതമായി ചെലവുകൾ വർദ്ധിച്ചേക്കാം. വിദ്യാർത്ഥികളായിട്ടുള്ള മകൻ നക്ഷത്രക്കാർക്ക് അലസത വർദ്ധിച്ചേക്കാം. വിദേശത്തു നിന്നൊക്കെ നാട്ടിൽ തൊഴിൽ ചെയ്ത് ജീവിക്കാമെന്ന് കരുതി വിദേശത്തെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് വരാൻ ഉദ്ദേശിക്കുന്നവർ അതൊക്കെ ആ ചിന്തയൊക്കെ മാറ്റേണ്ടതാണ്. ഇവിടെ തൊഴിലിന് വന്നതിന് ശേഷവും തിരികെ നാട്ടിൽ ജോലി കിട്ടാതെയൊക്കെ വന്നതിന് ശേഷം വീണ്ടും വിദേശത്തേക്ക് തന്നെ തിരികെ പോകേണ്ട അവസരങ്ങളും വന്നേക്കാം. സ്വന്തം ചുമതലകളൊക്കെ സ്വയം ചെയ്യാനുള്ള ശ്രമം നടത്തുക. മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളോട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാതിരിക്കുക. അതൊക്കെ തൊഴിൽ മേഖലയിൽ ദോഷത്തിന് കാരണമായേക്കാം. ശാരീരികമായി അസ്വസ്ഥതകൾ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. വിദഗ്ധ പരിശോധനയും ഒക്കെ ആവശ്യമായി വന്നേക്കാം. ഇനി നമുക്ക് പൂര നക്ഷത്രക്കാരുടെ കർക്കിടക മാസത്തിലെ ഫലത്തെ നോക്കാം. പൂര നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി മാറി താമസിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ ചെലവ് ചെയ്യുന്നതിലും മറ്റും സൂക്ഷ്മതയും ശ്രദ്ധയും പുലർത്തേണ്ടതാണ്. കാർഷിക വൃത്തിയിലൊക്കെ ഏർപ്പെടുന്ന പൂര നക്ഷത്രക്കാരെ സംബന്ധിച്ച് കൃഷിയിലൊക്കെ വിളനഷ്ടം ഉണ്ടാകാനും സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനും സാഹചര്യമുണ്ട്. വിശേഷപ്പെട്ട ദേവാലയങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. വാഹനം ഉപയോഗിക്കുന്ന പൂര നക്ഷത്രക്കാര് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് നമുക്ക് ഉത്തര നക്ഷത്രക്കാരുടെ കർക്കിടക മാസത്തെ ഫലം നോക്കാം. ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ധാരാളം യാത്രകളൊക്കെ നടത്തേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം. തൊഴിലുമായി ബന്ധപ്പെട്ടും യാത്രകൾ ആവശ്യമായി വന്നേക്കാം. ഗുരുക്കന്മാരുടെയും മുതിർന്ന അംഗങ്ങളുടെയും ഒക്കെ സഹായ സഹകരണങ്ങളും അനുഗ്രഹ ആശംസകളും ലഭിക്കുന്ന സമയമാണ്. മാതാപിതാക്കളോടൊപ്പം ജന്മനാട്ടിൽ താമസിക്കുവാനും സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കുവാനും സാഹചര്യമുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതൊക്കെ നിശ്ചയിച്ച സമയത്ത് തന്നെ നല്ല ഭംഗിയായി ചെയ്തു തീർക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. വ്യാപാര വ്യവസായ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതാണ്. അടുത്ത നമുക്ക് അത്തം നക്ഷത്രക്കാരുടെ കർക്കിടക മാസത്തിലെ ഫലം നോക്കാം. എല്ലാ വിധത്തിലുള്ള തൊഴിൽ മേഖലയിൽ അത്തം നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. വസ്ത്ര വ്യാപാര രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അനുകൂല സമയമാണ്. പുതിയതായി എന്തെങ്കിലും അത്തരത്തിൽ വസ്ത്ര വ്യാപാരവുമായി ബന്ധപ്പെട്ട പുതിയ ഷോറൂം പോലെയുള്ള കാര്യങ്ങളും ഒക്കെ തുടങ്ങാനുള്ള അവസരങ്ങളും വന്നേക്കാം. സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന അത്തം നക്ഷത്രക്കാർക്ക് അതൊക്കെ ചിലപ്പോൾ അല്പം കാലതാമസം ഉണ്ടായേക്കാം. എന്നിരുന്നാലും അതൊക്കെ ലഭിക്കുന്നതാണ്. സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അപമാനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ശാരീരികമായി പൊതുവെ
ആരോഗ്യത്തിൽ പ്രശ്നമുണ്ടാകുന്നതാണ്. അയൽക്കാരുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കുക. ശത്രുതയും കലഹവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അടുത്ത നമുക്ക് ചിത്തിര നക്ഷത്രക്കാരുടെ കർക്കിടക മാസത്തെ ഫലം നോക്കാം. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് സ്ത്രീജനങ്ങളുമായിട്ട് ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കുക വേണം. അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യവും മറ്റും കാണിച്ച് പേരുദോഷം ഉണ്ടാകാതിരിക്കുക. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർ നാട്ടിൽ തിരികെ എത്താനുള്ള സാഹചര്യങ്ങളും വന്നേക്കാം. കരൾ സംബന്ധമായിട്ടുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിട്ടേക്കാം. കൂടാതെ ഭക്ഷ്യ വിഷബാധയ്ക്കും സാധ്യതയുണ്ട്, കരുതലെടുക്കുക. തൊഴിലിലൊക്കെ മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട്, അതൊക്കെ ഒന്ന് കരുതലെടുക്കുക. കള്ളക്കേസുകളിലൊക്കെ കുടുങ്ങാനുള്ള സാഹചര്യങ്ങളുമുണ്ട്, ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത നമുക്ക് ചോദ്യ നക്ഷത്രക്കാരുടെ കർക്കിടക മാസത്തെ ഫലത്തെ നോക്കാം. ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടതായിട്ട് വന്നേക്കാം. മധ്യസ്ഥന്റേതായിട്ടുള്ള മാർഗങ്ങൾ പലപ്പോഴും മധ്യസ്ഥത വഹിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും വന്നേക്കാം. മതപരമായിട്ടുള്ള ചടങ്ങുകൾ കുടുംബത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. കേന്ദ്ര സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂല സാഹചര്യമാണ്. കടബാധ്യതകളുള്ളവര് അതൊക്കെ ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. സ്ത്രീകൾ മൂലം അപമാനിതരാകാനുള്ള സാധ്യതയുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വിശാഖ നക്ഷത്രക്കാരുടെ കർക്കിടക മാസത്തിലെ ഫലം നോക്കാം. വിശാഖക്കാരെ സംബന്ധിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. എല്ലാ കാര്യത്തിലും പ്രതികരിക്കുക എന്നുള്ള സ്വഭാവമൊക്കെ ഒന്ന് മാറ്റിവെക്കേണ്ട സാഹചര്യമുണ്ട്. വ്യാപാര വ്യവസായ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർ തങ്ങളുടെ ബിസിനസ്സിലൊക്കെ അല്പം മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും വന്നേക്കാം. പ്രവാസികളായിട്ടുള്ളവർക്ക് ഓണാഘോഷത്തിനൊക്കെ വരാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതൊക്കെ ചിലപ്പോൾ തടസ്സം വന്നേക്കാം. ഓണാഘോഷങ്ങളൊക്കെ വിദേശത്ത് തന്നെ നടത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അടുത്തത് നമുക്ക് അനിഴ നക്ഷത്രക്കാരുടെ കർക്കിടക മാസത്തിലെ ഫലം നോക്കാം. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചിരകാലമായി വിദേശയാത്രയ്ക്കൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സഫലമായേക്കാം. മുടങ്ങിക്കിടന്നിരിക്കുന്ന കർമ്മ പദ്ധതികളൊക്കെ പുനരാരംഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സുവ്യക്തമായിട്ട് കർമ്മ പദ്ധതികളൊക്കെ ആലോചിച്ചുറപ്പിക്കാനും അതിനൊക്കെ പണം മുടക്കാനും സാഹചര്യങ്ങളുണ്ട്. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ആഗ്രഹിച്ച വിഷയത്തിൽ തുടർ പഠനത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. ജന്മനാട്ടിലേക്കുള്ള യാത്രയ്ക്കൊക്കെ അനുമതി കിട്ടാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. അടുത്ത നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാരുടെ കർക്കിടക മാസത്തെ ഫലം നോക്കാം. തൃക്കേട്ടക്കാരെ സംബന്ധിച്ച് നിർത്തിവെച്ച കർമ്മപദ്ധതികളൊക്കെ പുനരാരംഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. വിദേശ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ജന്മനാട്ടിൽ എന്തെങ്കിലും തൊഴിൽ ചെയ്യാനുള്ള ആഗ്രഹവും അതൊക്കെ പ്രാവർത്തികമാക്കാൻ ശ്രമവും നടത്തും. നിസ്വാർത്ഥ സേവനങ്ങൾ മൂലം സൽകീർത്തിയും ആദരവും ഒക്കെ ലഭിക്കുന്നതാണ്. പുതിയ വ്യാപാര വ്യവസായ വിപണന മേഖലകളിലൊക്കെ തുടങ്ങാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായി പുരോഗതിക്കും സാധ്യതയുണ്ട്. വിദേശയാത്രകളൊക്കെ സഫലമാകും. ഇനി നമുക്ക് മൂലം നക്ഷത്രക്കാരുടെ കർക്കിടക മാസത്തിലെ ഫലത്തെ നോക്കാം. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് കടബാധ്യതകളുള്ളവർ ഒരു വിധത്തിൽ അതൊക്കെ ഒന്ന് തീർക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സഹോദരനുമായി ചേർന്ന് ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കാം. സ്വന്തമായി ബിസിനസ് ഒക്കെ ചെയ്യുന്നവർ അതൊക്കെ വിപുലീകരിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. താൽക്കാലിക സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകളും കൃഷിയും ഒക്കെ ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ്. ഹോട്ടൽ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് അല്പം ലാഭം കുറയുന്ന സമയമാണ്. അടുത്ത നമുക്ക് പൂരാട നക്ഷത്രക്കാരുടെ കർക്കിടക മാസത്തെ ഫലത്തെ നോക്കാം. പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് യാത്രകളെല്ലാം മാറ്റിവെക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം. ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ആയുർവേദ ചികിത്സകളൊക്കെ ആവശ്യമായി വന്നേക്കാം. ക്ഷേത്ര ദർശനത്തിനൊക്കെ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. കർഷകർക്ക് കൃഷിനാശങ്ങളൊക്കെ സംഭവിച്ചേക്കാം. സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ലാഭങ്ങളൊക്കെ കുറഞ്ഞേക്കാം. സഹായങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ചിലപ്പോൾ തടസ്സങ്ങൾ വന്നേക്കാം. രാഷ്ട്രീയക്കാരായിട്ടുള്ള പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുകൂല സമയമാണ്. അടുത്ത നമുക്ക് ഉത്രാട നക്ഷത്രക്കാരുടെ കർക്കിടക മാസത്തിലെ ഫലത്തെ നോക്കാം. ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും അതിനെയൊക്കെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. ഭാര്യയുടെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അനാവശ്യമായി പണച്ചിലവൊക്കെ വർദ്ധിച്ചേക്കാം. വീട്ടിൽ പൂജാതി മംഗള കാര്യങ്ങളൊക്കെ നടന്നേക്കാം. കടബാധ്യതകളൊക്കെ തീർക്കാനായിട്ട് മറ്റൊരു സഹായ സഹകരണങ്ങൾ തേടേണ്ട അവസരങ്ങൾ വന്നേക്കാം. ഓഹരി വിപണിയിലൊക്കെ പണം മുടക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് കരുതൽ എടുക്കേണ്ടതാണ്. അടുത്ത നമുക്ക് തിരുവോണ നക്ഷത്രക്കാരുടെ കർക്കിടക മാസത്തെ ഫലം നോക്കാം. കുടുംബാംഗങ്ങളോടൊത്ത് തീർത്ഥാടനത്തിനൊക്കെ പോകാനുള്ള അവസരങ്ങൾ വന്നേക്കാം. അഭിമാനകരമായിട്ടുള്ള സ്ഥാനമാനങ്ങളൊക്കെ ലഭിച്ചേക്കാം. ജീവിതഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന സംഭവങ്ങളൊക്കെ ജീവിതത്തിൽ കർക്കിടക മാസത്തിൽ ഉണ്ടായേക്കാം. ചില ദുർഘടമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. എന്നിരുന്നാലും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനും സാധ്യതയുണ്ട്. അടുത്തത് നമുക്ക് അവിട്ട നക്ഷത്രക്കാരുടെ കർക്കിടക മാസത്തിലെ ഫലത്തെ നോക്കാം.
നോക്കാം. ഔട്ട നക്ഷത്രക്കാർക്ക് കർക്കിടക മാസത്തിൽ കർമ്മ പദ്ധതികളിലൊക്കെ എല്ലാ തരത്തിലും വിജയം കൈവരിക്കാനായി സാധിക്കും, അംഗീകാരം ലഭിക്കുന്നതുമാണ്. പ്രവർത്തന ശൈലിയിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോഴൊക്കെ അനാവശ്യമായിട്ടുള്ള വാക്കുകളൊക്കെ പ്രയോഗിക്കുന്ന രീതി ഒഴിവാക്കുക. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വ്യാപാര വ്യവസായങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ അനുകൂല സമയമാണ്. അടുത്ത നമുക്ക് ചതയ നക്ഷത്രക്കാരുടെ കർക്കിടക മാസത്തിലെ ഫലത്തെ നോക്കാം. ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കൂട്ടുകച്ചവടത്തിൽ നിന്നൊക്കെ പിന്മാറേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അതിനുശേഷം സ്വന്തമായിട്ട് വ്യാപാര വ്യവസായങ്ങളൊക്കെ തുടങ്ങി അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധിക്കും. എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർ വഞ്ചനയിൽ അകപ്പെടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ജോലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. വ്യാപാര വ്യവസായ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ക്രമാനുഗതമായിട്ടുള്ള ഉയർച്ച ഉണ്ടായേക്കാം. കാര്യനിർവഹണ ശേഷി, ഉത്സാഹം, ഉന്മേഷത്തോടെയുള്ള വാക്കും പെരുമാറ്റവും പ്രവൃത്തിയും ഇവയൊക്കെ മൂലം അത് പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കുകയും വിജയം കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യും. അടുത്തത് നമുക്ക് പൂരിട്ടാതി നക്ഷത്രക്കാരുടെ കർക്കിടക മാസത്തിലെ ഫലം നോക്കാം. പൂരിട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് കടബാധ്യതകളൊക്കെ ഒരു വിധത്തിൽ തീർത്ത് ആശ്വാസത്തിന് വകയുണ്ടാകും. സ്വന്തമായി ബിസിനസ് സംരംഭമൊക്കെ ഉള്ളവർ അതിലൊക്കെ ഒരു വിപുലീകരണം കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയും അതിനൊക്കെ പ്രാവർത്തികമാക്കുകയും ചെയ്യും. സഹോദരങ്ങളുമായി ചേർന്ന് പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിച്ചേക്കാം. നാൽക്കാലി സംബന്ധമായിട്ടുള്ള ബിസിനസ്സും കൃഷിയും ഒക്കെ ചെയ്യുന്നവർ അതൊക്കെ ഗുണകരമാകുന്നതുമാണ്. ഹോട്ടൽ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർ വരുമാനം കുറയുന്ന സാഹചര്യം ഉണ്ടായേക്കാം. അടുത്തത് നമുക്ക് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ കർക്കിടക മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. ഉത്രട്ടാതിക്കാരെ സംബന്ധിച്ച് പുതിയ സാങ്കേതിക വിദ്യകൾ അവരുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും. അനാവശ്യ ചിന്തകളൊക്കെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതാണ്. പല കാര്യങ്ങളിലും ഉറപ്പിച്ച് തീരുമാനിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്നതൊക്കെ കൈവശത്ത് നിന്ന് നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. കുടുംബ കാര്യങ്ങളൊക്കെ കാര്യക്ഷമമായിട്ട് നിർവഹിക്കാം. സമൂഹത്തിൽ പേരും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കുന്നതാണ്. വ്യക്തിത്വ വികാസം ഉണ്ടാകുന്നതാണ്. ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതാണ്. അടുത്ത നമുക്ക് രേവതി നക്ഷത്രക്കാരുടെ കർക്കിടക മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. ജന്മദേശത്ത് പുതിയതായിട്ട് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങാനുള്ള സാഹചര്യം രേവതി നക്ഷത്രക്കാർക്ക് ഉണ്ടായേക്കാം. ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാനും ഭരണസമിതിയിലൊക്കെ ചേരുവാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. പ്രതീക്ഷിക്കാതെ ധനലാഭം ഉണ്ടായേക്കാം. പിതാവിന്റെ ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. കുടുംബസുഖത്തിലൊക്കെ അല്പം കുറവ് വന്നേക്കാം. കടബാധ്യതകളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് മോചനം നേടാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. 27 നക്ഷത്രക്കാരുടെയും വരുന്ന കർക്കിടക മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കൊല്ലവർഷം 1200-ആം ആണ്ട് പുതുവർഷത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.